അച്ചോറ കുടിച്ചിട്ട് ബ്ലഡ് ഒറ്റ എടുത്തിനാണ് അട്ടടിക്കാൻ കാരണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലഷ് മൊമെന്റ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇന്ന് നമ്മൾ വാഗമണ്ണ് വരെ പോകാട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പോൾ പിന്നെ ഇതെൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഡീസൽ അടിക്കാൻ നിർത്തിയതാട്ടോ. ഞാൻ പിന്നെ 4 മണിയാകുമ്പോ എണീക്കാൻ വെച്ചിട്ടായിരുന്നു. അച്ചപ്പഴെണീച്ചേ 5 മണിക്കാ. നമ്മൾ 6:30 വിളിക്കുന്ന എന്നിട്ട് രണ്ടാളും മാച്ചിന്. ഫ്രണ്ട്സ്, അച്ഛ ക്യാഷ് എടുക്കാൻ പോയത് ATM കിട്ടിയാ? ആ, ഫുഡ് കഴിക്കണേ. നമ്മള് വണ്ടി പാർക്ക് ചെയ്യാട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാട്ടോ. വിശന്നിട്ട് ചെയ്യാം. അച്ഛൻ്റെ ഇഡ്ഡലി വന്നു കേട്ടോ. അച്ഛ ഇഡ്ഡലി ആട്ടോ പറഞ്ഞേ. ഞങ്ങളൊക്കെ മസാല ദോശ ഇഡ്ഡലി കഴിക്കാട്ടോ. മസാല ദോശ ഹോട്ടലിൽ മസാല ദോശ അടുത്തു. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ 2 മണിക്കൂറിനുള്ള എത്തിയായിരിക്കും വാഗമണ്ണ്. വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. നല്ല കോടയെ കാണിച്ചു തരാം. ഇത് കാണുന്നത് കോടയാട്ടോ. എൻ്റെ ഫോണിൽ വലിയ ക്ലിയറില്ല. കാണിച്ചു തരാം. ഇവിടൊക്കെ നല്ല കോടയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാ ഫോട്ടോ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ ഇറങ്ങി കേട്ടോ. നല്ല കോട കേട്ടോ. കാണാനുണ്ടോ? ഒറ്റ എടുത്തിനാണ് അട്ടടിക്കാൻ കാരണം. എന്റെ കാലിന് ഞാൻ വരുന്നില്ല പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയി തന്നെ. ഞാൻ പറഞ്ഞ അട്ടയുണ്ടെന്ന്. അത് വരുന്നില്ല എന്ന് പറഞ്ഞ എന്റെ മേത്തന്നെ ഒക്കെ കേറിയേക്കണു. ഞാൻ നോക്കുമ്പോഴേ കാലും എന്തിട്ട് ഇങ്ങനെ കിടന്നാവണോട്ടെ. ഇപ്പം ഫോട്ടോ എടുക്കാൻ നിക്കാൻ പറഞ്ഞില്ല അവിടെ. പിന്നെ നിന്റെ ഞാൻ നോക്കുമ്പോഴേ ഇങ്ങോട്ട് നോക്ക്. ഞാൻ നോക്കുമ്പോഴേ എന്തോ ഇങ്ങനെ ഇതാവണമല്ലോ. അപ്പൊ അത് ഉറുമ്പാണെന്ന് എനിക്ക് മനസ്സിലായി. സാധനം ഞാൻ കണ്ടു. എന്റെ മേത്തൊന്നും കേറിയിട്ടില്ല. അത് എന്റെ കാല് വേണം നിറയെ കയറി. നൈസായിട്ട് ബ്ലഡും വന്നു സൈഡില്. ഫ്രണ്ട്സ്, ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോട്ടെ. ഇനി ഞങ്ങള് ട്രക്കിങ്ങിന് പോവാണ് അല്ലേ. വെച്ചാൽ അട്ട കടിച്ചെന്റെ ഹാങ് ഓവർ ഇപ്പോഴും മാറിയില്ല എനിക്കും അമ്മയ്ക്കും. അതല്ല, ഞങ്ങൾ അവിടെ നിന്ന് നോക്കി. പക്ഷെ അമ്മയുടെ കാലിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ. പക്ഷെ ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയപ്പോ അവിടെ എവിടുന്നറിയില്ല അമ്മയുടെ കാലിൽ അട്ടച്ചോറ് പിടിച്ചിരിക്കണു. അപ്പൊ അത് കണ്ടപ്പോ പിന്നീറില്ലേ പോയി. പിന്നെ ട്രക്കിങ്ങിന് പോയി ഞങ്ങൾ. ലാമ്പിട്ട് ഒരാൾ കരഞ്ഞപ്പോഴേക്കും തീയാണെന്നത് മറ്റേ ഇത് ഇങ്ങനെ ആക്കിയിട്ട് പോയതല്ലേ ഈ ഒരു ഭാഗം ഇത്രയും കംപ്ലീറ്റ്
തെറ്റിന്റെ കാരണമേ മഴ ഒന്ന് തൂളി അന്നേരം ഇത് ചെയ്യും. മാത്രമല്ല നമ്മളെ ഇപ്പം ഞങ്ങള് ജീപ്പില് കയറിട്ടോ. എന്നിട്ട് പകുതി ദൂരം വന്നു. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ചിരിച്ചിട്ട് വീഴാൻ പോണ്ട്. പിന്നെ ഇവിടെ ഇത് കുറവാണ്. ഞാൻ പ്രത്യേകിച്ച് വീഴാൻ പോവാ. അച്ഛൻ ഐസ് മേടിക്കാൻ പോയേക്കാം. ചുമപ്പതിനോ പിന്നാലെ വരാണാവോ. കൊടടാ പൈനാപ്പിളും മാങ്ങി എന്നാ കഴിച്ചോക്ക്. അങ്ങനുണ്ട് ഫ്രണ്ട്സ്. ഞങ്ങള് എങ്ങനെയൊക്കെയോ അവിടെ എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഭയങ്കരതായിരുന്നു കേട്ടാ. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും ഇതിപ്പോ ഇടുക്കി ഡാമിന്റെ വ്യൂ ആണ് കേട്ടോ. ഞാൻ കാണിച്ചത് ഇടുക്കി ഡാമിന്റെ വ്യൂ. ആ ഡാം കിടക്കുന്ന ചുറ്റുവല്ല ഫോറസ്റ്റ്. ഞങ്ങളെ ചായ കുടിക്കാൻ ഇറങ്ങിയേക്കാട്ടോ. നല്ല മഴ. അതെ നല്ല മഴയുണ്ട് കേട്ടോ. മഴ നല്ലോണം ഉണ്ട്. ഇതിന്റെ ബാക്കിൽ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. പക്ഷെ അത് അങ്ങനെ കാണാല് കാരണം നല്ല മഴയുണ്ട്. നോക്കട്ടെ കാണിച്ചാൽ പറ്റുമോ. അങ്ങോട്ട് വണ്ടി ഇല്ല കേട്ടോ. അപ്പോ നടക്കാണ് ഞങ്ങൾ. മഴക്കാരുണ്ടാവും ചിലപ്പോ. ഭയങ്കര മഴ കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ കുട എടുത്താലും കുഴപ്പമില്ല. ഒന്നുമില്ല, വെറുതെ വെള്ളച്ചാട്ടം. അവിടെ ഒരു ടണൽ എന്തോ ഉണ്ട്. പക്ഷെ കയറാൻ പറ്റില്ല കാരണം നല്ല മഴയുണ്ട്. എങ്ങാനും തെന്നിപ്പോയി നന്നാവും. ഇവരെന്നെ ഇറങ്ങിയിട്ട് പേടിയുണ്ട്. ഞാൻ അവരാണ് മഴ പറഞ്ഞ ഞങ്ങൾ തിരിച്ചു പോകട്ടെ. ഓ ഭയങ്കര എന്തോ ഒരു വഴി എന്ത് വഴിയാ ഞങ്ങൾക്കും അറിയില്ല. നടന്നിടന്ന് വയ്യാണ്ടായി. അതെ ഇനിയും ഉണ്ട് ഏതൊക്കെയോ സ്ഥലങ്ങൾ കേട്ടോ. ഇനിയും ഇതേപോലെ കുറേ ഉണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം 4 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. ഇനി കുറച്ച് കോട വരും. കോട വന്നാൽ ഞാൻ തണുത്ത് വിറക്കും. എനിക്ക് ഈ തണുപ്പനെ പറ്റണില്ല. എനിക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അത് കണ്ടോ? ആ വെള്ളച്ചാട്ടം പറഞ്ഞാലും മഴയുണ്ട്. വണ്ടി വെള്ളച്ചാട്ടം ചെറുതാണ്. അവിടെ എന്തൊക്കെയോ വെള്ളച്ചാട്ടം കണ്ട ചെറിയ വെള്ളച്ചാട്ടം. നല്ല റൂട്ടിൽ പിന്നെ ഇതിലേക്ക് കയറി വന്നു. അത് ഒരേടെ വഴി പോലെ സ്ഥലമുണ്ട്. ആ അതാണ് ട്രക്കിങ്ങിലൂടെ വരുന്ന വഴി. കാരണം ചിലതൊക്കെ നല്ല റോഡും ചിലത് അയ്യോ പേടിയാ ചെയ്യണേ. കഴിയാറായിട്ടില്ലേ? എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൂ. പറ്റണില്ലേടാ. നെല്ലിയാമ്പതി ഇത്ര പ്രശ്നമായിരുന്നില്ലോ. നെല്ലിയാമ്പതി ഇത്ര പ്രശ്നമായിരുന്നില്ല കേട്ടാ. ഇത് വയ്യാണ്ട് ഡാമല്ല, അത് റിസോർട്ട്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. ട്രക്കിങ് കഴിഞ്ഞു. അതിന് ഫുള്ള് പോയില്ലാന്ന് തോന്നുന്നു. എന്ന് തന്നെ വയ്യാണ്ടായിട്ടുണ്ട്. ഇവിടെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിനാണ് ഞാൻ മെയിനായിട്ട് വരുന്നത്. അതിൻ്റെ വീട്ടിൽ പോയി ചായ കുടിക്കാറുണ്ട്. അതിൻ്റെ നേരെ വീട്ടിലേക്ക്. കാരണം അത്രയും വയ്യാണ്ടായി. ഞങ്ങൾ ചായ കുടിക്കാറിയാൽ കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലത്ത് തന്നെയാണ് ചായ കുടിക്കാറിയത്. അതിൻ്റെ നേരെ വീട്ടിലേക്ക് അല്ലമ്മ. അതിന് നേരെ വീട്ടിലേക്ക് വീടെത്തിയാൽ മതി എന്നായി. ഇപ്പം ചായ കുടിക്കാനായിട്ട് ഇവരെന്തായാലും നീ കാപ്പിയാണോ? ഇപ്പം കാപ്പി തോന്നണോ? അച്ഛൻ കട്ടൻ ഒന്ന്
ബൂസ്റ്റ് ഒന്നുമില്ല, ഞാൻ കുടിക്കുന്നത് നല്ല ചൂടുണ്ട്, പക്ഷേ ഈ തണുപ്പത്തി ചൂട് വേണം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാട്ടോ. മന്തി അങ്കമാലി ഇതെവിടെയാ? പെരുമ്പാവൂര്. ആ, പെരുമ്പാവൂര്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഫ്രണ്ട്സ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോട്ടെ, ഇനി നേരെ വീട്ടിൽ പോവാ. ഇപ്പൊ തന്നെ ഏകദേശം ഒരു ടൈം ആയിട്ടുണ്ട്. ഇത് പെരുമ്പാവൂര് അങ്ങടാന്ന് തോന്നുന്നു. ഇനി 2.5 മണിക്കൂറുള്ള വീടത്തായിരിക്കും. ഇനിയിപ്പോൾ വീഡിയോ എടുക്കണ്ടാവില്ല, കാരണം എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. ഞാനും കിടന്നുറങ്ങാൻ പോകും. ബൈ ബൈ.